രക്ഷിക്കപ്പെടുക എന്ന് തിരുവെഴുത്ത് പറയും. എപ്പോഴും നമ്മൾ പറയുന്ന വാക്ക് രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെടുക. എന്തു രക്ഷിക്കപ്പെടുക? ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, കേട്ടെ 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 കേട്ടെ. ഈ പുറത്ത് ഒരു വലിയ നിലവിളി കേട്ടത് കേട്ടെ, ഓ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ, സേവ് മീ സേവ് മീ, രക്ഷിക്കണേ രക്ഷിക്കണേ. എടാ ഏതാണ്ട് മലയാളിയാടാ ഓടും ഇല്ലേ? അല്ലേ 999, ഇവിടെ 999 അല്ലേ, 999 വിളിക്കും. നമുക്ക് എന്താ മനസ്സിലായി? രക്ഷിക്കണേ എന്ന് നിലവിളി കേട്ടാൽ നമുക്ക് എന്താ മനസ്സിലാകും? ആരോ സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത എന്തോ ഒരു അപകടത്തിലാണ്. ശരിയല്ലേ? മനസ്സിലാവും. അപ്പോൾ ഒരപകടത്തിലാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു വ്യക്തിക്ക് രക്ഷകന്റെ ആവശ്യമില്ല, രക്ഷയുടെ ആവശ്യമില്ല. ഉണ്ടോ? അയ്യോ, ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു. നിങ്ങൾ നോർത്തു നോക്കി, രാത്രി നിലവിളി കേട്ടു, നിങ്ങൾ നാട്ടിൽ ചെന്നപ്പെടാ അടുത്ത കവലയിൽ നിന്ന് നിലവിളി രാത്രി 2 മണിയാകുമ്പോൾ കേട്ടു. ഏതായാലും വരേണ്ടെന്ന് പറഞ്ഞൊരു പിള്ളേരെ കുറിച്ച് ഓടിച്ചെന്നപ്പം കവലയിൽ ഒരു കടത്തുമേലിരുന്നുകൊണ്ട് ഒരു മധ്യവയസ്കൻ രക്ഷിക്കണേന്ന് വിളിക്കുന്നു. ഓടിച്ചാടാ, അതാ അവിടെ നിന്നാടാ ഓടിച്ചെന്നതുകൊണ്ടാ ടോർച്ച് കടിച്ചത്. എന്നെ ചേട്ടാ, എന്നെ ചേട്ടാ, ഓ ഒന്നുമില്ല, തീർച്ചയായും എന്നെ പറ, നെഞ്ചിന് വേനോ കാശ് പിടിക്കട്ടെ, വണ്ടി എടുക്കട്ടെ, വേഗം അവിടെ താങ്ങി പിടിക്കട്ടെ, എന്നെ ശല്യം ചെയ്യാം, എന്നെ പറ, വിവരം പറ. അതെ, ഞാനിവിടെ ഇരുന്നങ്ങ് മയങ്ങിപ്പോയത്. അപ്പോൾ ഒരു സ്വപ്നമുണ്ട്, ആരാണ്ട് ഒന്നെ കഴുത്ത് പിടിച്ച് പെട്ടെന്ന് ഞെട്ടി കൊടുത്താൽ കഴുത്തെങ്ങാനും ഞെരിച്ചു പോയെങ്കിൽ പിന്നെ നിലവിളിക്കാൻ നോക്കുകയില്ല, അവനെ നിലവിളിച്ചതന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യും? കാരണവർക്ക് വേറെ പണിയില്ലേ? സുബോധമെന്ന് വിചാരിക്കും. ശിക്ഷയിൽ സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അപകടത്തിലാണെന്ന് ബോധ്യപ്പെടാത്ത ഒരാളിന് രക്ഷകനെ കൊണ്ട് ആവശ്യമില്ല. നീ ശ്രദ്ധിക്കാത്ത ആളിന്റെ സീറ്റ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ മോനെ. ഞാൻ ചെവിക്ക് പിടിക്കാനിടയാക്കല്ലേ. ചാടി പറഞ്ഞു ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. എനിക്കറിയാം നിങ്ങളെ പിടിച്ചിരുത്തോ അതേപോലെ ചെയ്തൊക്കെ വെറുതെ, എന്നാലും ഞാൻ ഇതിനൊക്കെ പ്രധാന കാര്യങ്ങളെ ഞാൻ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ടാകണം നല്ല കുഞ്ഞുങ്ങളായിരിക്കും കേട്ടോ. യേശുപ്പച്ചൻ അനുഗ്രഹിക്കും, അല്ലെ യേശുപ്പച്ചൻ അടിക്കും. നീ വിചാരിക്കുന്നല്ലോ എന്റെ പൊന്നുമക്കളെ, അടികൊണ്ട് ഭയങ്കര അയ്യോ ഭയങ്കര. കേട്ടെ കേട്ടെ, ഒരപകടത്തിലാണെന്ന് ബോധപ്പെടാത്തവന് രക്ഷയുടെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു, അപകടത്തിലാണെന്ന് ബോധം വന്നിട്ടാണോ? ആണോ? അതോ ചില മെച്ചപ്പെടാനുള്ള പരിപാടി? എടാ ദൈവത്തെ കുറിച്ച് പോയാൽ കൊള്ളാടാ, അതുകൊണ്ട് എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശരി കൂട്ടായ്മയൊക്കെ കൂടി നടക്കുന്നതേ ഉള്ളോ? എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മാത്രമേ പാപബോധമുണ്ടാവൂ. ഈ പാപബോധവും കുറ്റബോധവും രണ്ടാ. പാപബോധം വേറെ, കുറ്റബോധം വേറെ. എന്താ വ്യത്യാസം പറയാം? കുറ്റബോധം എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളെ കുറിച്ചുള്ള പശ്ചാത്താപമാണ് കുറ്റബോധം. ചെയ്ത പ്രവൃത്തികളെ കുറിച്ചുള്ള പശ്ചാത്താപം. എന്നാൽ പാപബോധം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട അവസ്ഥയെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഒന്ന് പ്രവൃത്തിയെ കുറിക്കുമ്പോൾ മറ്റൊരു അവസ്ഥയെ കുറിക്കും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം, മനസ്സിലാവുന്നതുപോലെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കേട്ടെ. ഓ എന്നാലും എന്റെ പൊന്നും മോനേടാ, നീ ആ മണ്ടത്തരമാണ് കാണിച്ചത്, എന്തൊരു മണ്ടത്തരമാണ് എന്ന് പറയുന്നതും, മണ്ടത്തരമാ കാണിച്ചെന്ന് പറയുന്നതും
എടാ മരമണ്ട എന്ന് വിളിക്കുന്ന രണ്ടല്ലയോ അല്ലെ? ഓ എന്നാലും ആ പറഞ്ഞൊരു നോണയാ. ഓ അത് നോണയ അല്ലേ? അത് ചകലം അങ്ങനെ പറയില്ലേ? ആ പറഞ്ഞു നോണയാന്ന് പറയുന്നത് എടാ നോണയാന്ന് വിളിക്കുന്ന രണ്ടല്ലേ? യു ഗെറ്റ് മീ? പാപം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതും പാപിയാണെന്ന് പറയുന്നത് രണ്ടാ. എന്നോട് ആൾ പറഞ്ഞിട്ടുണ്ട്, ആരോടും ഇത്ര വലിയ മാലാക, ഞാനും എല്ലാവരും പാപം ചെയ്തിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. എന്ത് ഞാൻ എന്നും കർത്താവ് എനിക്ക് ഇച്ചിരി അബദ്ധം വന്നിട്ടുണ്ട്. ഇന്നും വാക്കിലും പ്രവൃത്തിയിലും താല്പര്യങ്ങളും ഒക്കെ ഇച്ചിരി അബദ്ധമൊക്കെ വന്ന് എന്റെ പൊന്നു കർത്താവ് അപ്പച്ചൻ അറിയാതെ എന്നെ കൊണ്ടാന്ന് അപ്പച്ചൻ അറിയാം, എന്നോട് പൊറുക്കണേ, ഇരുപതികാരുടെ നാമത്തെ അറിയാൻ അപേക്ഷിക്കുന്നേ എന്ന് ഞാനൊരു ഒഫീസും എല്ലാം നീ കിടക്കാറില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടേ? അപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നും ഏറ്റു പറയുന്നു, പക്ഷെ ഇന്ന് വരെ പാപിയാണെന്ന് അംഗീകരിച്ചിട്ടില്ല. കേൾക്കുന്നുണ്ടേ എല്ലാവരും? കുറ്റബോധവും പാപബോധവും നമ്മൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടേ? കുറ്റബോധം ഉണ്ടായാൽ പോരാ. പുസ്തകത്തിൽ ഉദാഹരണം കാണിച്ചു തരാം. നമ്മുടെ ഇസ്കരിയോത്ത യൂദായും പത്രോസും. യൂദാ യേശുവിനെ ഒറ്റിക്കൊടുത്തു, കാര്യം മേടിച്ചോണ്ട് ഒറ്റിക്കൊടുത്തു. പത്രോസ് എന്റെ കർത്താവിനെ തല്ലിപ്പറഞ്ഞു. ഇന്നത്തെ ഒരു കോടതിയിൽ രണ്ടുപേരുടെയും കേസ് വന്നാലുണ്ടല്ലോ, പത്രോസ് അങ്ങോട്ട് കുറ്റക്കാരൻ. അൺമോട്ടിവേറ്റഡ് മാലിസ്. മറ്റൊരു 10 കാശ് കിട്ടുന്നുണ്ട് ചിന്തയിലുണ്ട്. അവൻ ആ ഒരു താല്പര്യം കൊണ്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് അവന് കുറഞ്ഞ ശിക്ഷയെ കിട്ടുള്ളൂ. കൂടുതൽ ഗുരുതരമായ കുറ്റം കാണിച്ച പത്രോസാണ്. കേട്ടേ? എന്നാൽ പത്രോസിന് മാനസാന്തരമുണ്ടായി. കാര്യം എന്താ അറിയാമോ? അവന് കുറ്റബോധമല്ല, അവന് പാപബോധമുണ്ടായി. യൂദായ്ക്ക് കുറ്റബോധമുണ്ടായി. കുറ്റമില്ലാതെ രക്തം ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു. ചെയ്തതിനെ കുറിച്ചുള്ള അനുതാപം ഉണ്ടായി. അവന്റെ ചിന്ത ഈ കാര്യം കഴിച്ച വെള്ളം കൊണ്ട് കൊടുത്താൽ ഞാൻ കാര്യം കഴിയുന്നത് കൊണ്ട് കൊണ്ടു കൊടുത്തു. അവന് കുറ്റബോധമുണ്ടായി. പക്ഷെ പത്രോസ് തന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്തു, പാപബോധമുണ്ടായി. എന്റെ സഹോദരങ്ങളെ, ഞാൻ നഷ്ടപ്പെട്ട പാപിയാണെന്നും ഈ പോക്ക് പോയ നരകത്തിൽ ചെന്ന് പെടുമെന്നും ഒരു തിരിച്ചറിവ് നമ്മളിൽ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? നിങ്ങളെല്ലാവരും എന്റെ പോലെ ദൈവം ഞങ്ങൾക്കൊരു മോളെ തന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ദൈവം ഞങ്ങൾക്കൊരു മോളെ തന്നപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചതിനേക്കാൾ കൂടുതൽ എന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായത് ഞങ്ങളുടെ മോള് വീട്ടിൽ ജനിച്ച ദിവസമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തോട്ടെ. ഒരു ദിവസം ദൈവവചനം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നപ്പോ ശരിയാ, എനിക്ക് നല്ല കുട്ടിയായിരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എന്നെ കൊണ്ടുവെക്കുന്നില്ലേ? എനിക്കിഷ്ടമില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നല്ല കുട്ടിയായിരിക്കുന്നത് ഇഷ്ടമാ, പക്ഷെ എന്നെ കൊണ്ടൊക്കുന്നില്ല. നിലവിളിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ, തിരുമേനിയെ പ്രസാദിപ്പിച്ച് നിത്യജീവൻ വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അറിയാത്ത തിന്മയിൽ ഞാൻ വഴുതിപ്പോവുകയാണ്. എന്റെ അവസ്ഥ അപകടകരമാണ് എന്ന തിരിച്ചറിവ് എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? എന്റെ പൊന്നു സഹോദരങ്ങളെ, കൂട്ടത്തിൽ പാടുമ്പോൾ ആവേശമുണ്ടായി അങ്ങനൊന്നും പോയത് ഉണ്ടാകുകയില്ല. പരമാർത്ഥമായി ഉള്ളിന്റെ ഉള്ളിൽ അവസ്ഥയെ കുറിച്ച് തിരിച്ചറിവുണ്ടായി ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കണം. ഞാൻ ഈ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പാപബോധം ഉണ്ടായെങ്കിലേ രക്ഷകനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുള്ളൂ. സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ഈ പാപബോധം ഉണ്ടായി കഴിയുമ്പോൾ നിസ്സഹായതയോടെ ദൈവസന്നിധിയിൽ വിളിക്കും. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, 33 വർഷമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. 33 വർഷം കഴിഞ്ഞു പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട്
പല അനുഭവങ്ങൾ, പല സംഭവങ്ങൾ എന്റെ മനസ്സിൽ വരും. കൂട്ടത്തോടെ വലിയ നിലവിളി യോഗങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ ബലിഷ്ഠനായ ഒരുവൻ പാലക്കാട് വെച്ച് കണ്ണുനീരോടെ അവൻ മുമ്പോട്ട് സമർപ്പിച്ചു വന്നു. ഞാൻ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പാപബോധം ഉണ്ടായിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് എന്നെ അള്ളി ഇങ്ങനെ ഞെരിച്ചു പിടിച്ചത് ഞാൻ. എന്റെ ഉപദേശി, ഈ മഹാഭാവിയായി എന്നോട് നീ ക്ഷമിക്കുമോ? അലറിക്കരയേ അവന്റെ പിടിയിൽ ഞാൻ ഞെരിഞ്ഞു പോയി. അവനെ ആശ്വസിപ്പിക്കാൻ എത്ര നേരം പാടുപെട്ടു. പാപബോധമാണ്. ഒരു വേള അത്രയും ആഴമായ അളവിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിലും ഞാൻ ഇതിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്വയമായി തിന്മ ഒഴിഞ്ഞിരിക്കാനും നിങ്ങൾ താല്പര്യപ്പെടുന്ന നന്മ ചെയ്യാനും കഴിയുന്നില്ല എന്നുള്ള ഒരു ബോധവും ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? I hope I'm making myself clear enough. Do you feel convinced and convicted that in spite of your earnest desire to keep away from evil and continue in virtuous things, you cannot do that? In spite of your earnest desire, you